ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കത്തോലിക്ക തിരുസഭയ്ക്ക് ഉപദേശ നിശ്ചയമില്ല എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയാം, കത്തോലിക്ക സഭയ്ക്ക് ഉപദേശ നിശ്ചയമില്ല എന്നുള്ളതാണ് മറിയത്തെ സംബന്ധിച്ച്. ഞാൻ പലപ്പോഴും നമ്മുടെ ഈ സീരീസിൽ പറഞ്ഞിട്ടുള്ളതാണ്, കന്യകാമറിയത്തെ സംബന്ധിക്കുന്ന വിശ്വാസം സുറിയാനി സഭയുടെ മൗലിക വിശ്വാസമാണ്. സുറിയാനി സഭയുടെ സ്വന്തം അമ്മയാണ്. സുറിയാനി സഭയുടെ വിശ്വാസമാണ് കന്യകാമറിയത്തിലുള്ള വിശ്വാസം. അത് പാശ്ചാത്യ സഭയ്ക്കുണ്ടായിരുന്നല്ല. പാശ്ചാത്യ സഭ മരിയൻ ഭക്തി അനാരോഗ്യകരമായ രീതിയിൽ 15-ാം നൂറ്റാണ്ടിൽ പകർത്തിയെടുക്കുകയാണ് ഉണ്ടായത്. അവർക്കൊരിക്കലും അങ്ങനെയില്ല. ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ പല ആളുകളും അതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾ ലിറ്റർജി പരിശോധിച്ചാൽ, സുറിയാനി സഭയുടെ ലിറ്റർജി പരിശോധിച്ചാൽ അതിൽ മറിയത്തെ കൂടാതെ ആ ലിറ്റർജിക്ക് നിലനിൽപ്പില്ല. ഞാൻ അതിനെ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. ആ ഉദാഹരണം ഇപ്പം വളരെ പ്രസിദ്ധമെന്നല്ല, ഇപ്പൊ കുപ്രസിദ്ധമായ ഒരു ഉദാഹരണമായി മാറിയിരിക്കും. ഞാൻ വീണ്ടും പറയാം, അത് 1000 പ്രാവശ്യം ആ ഉദാഹരണം പറഞ്ഞാലും എനിക്ക് മടുക്കില്ല. കാരണം സുറിയാനി സഭയുടെ ലിറ്റർജിയെ നമ്മൾ ക്രോസ് സെക്ഷൻ പരിച്ഛേദം പരിശോധിച്ചാൽ ഒരു അത്തിപ്പഴത്തിനകത്ത് എങ്ങനെ കുരു അടുക്കിയിരിക്കുന്നോ, അല്ലെങ്കിൽ ഒരു പേരക്കകത്ത് കുരു ഇരിക്കുന്നോ, അത്തിപ്പഴം നിങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ അത് നിറച്ചു അതിന്റെ വിത്തുകൾ കാണാം. അല്ലെങ്കിൽ ഒരു പേരക്ക മുറിച്ചാൽ അതിനകത്ത് നിറച്ചിങ്ങനെ അടുക്കി കുരുകൾ അതിന്റെ വിത്തിരിക്കുന്നതാണ്. അതുപോലെയാണ് സുറിയാനി സഭയുടെ ലിറ്റർജി നിങ്ങൾ പരിശോധിച്ചാൽ അതിനകത്ത് ഉടനീളം പരിശുദ്ധ അമ്മ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഏതാ മെയിൻ ലിറ്റർജി. കത്തോലിക്ക സഭയുടെ ലിറ്റർജിയിൽ നിങ്ങൾക്ക് മറിയത്തെ കാണാൻ സാധിക്കില്ല. പേരിന് വേണ്ടി മറിയത്തിന്റെ ഒരു ഓർമ്മ ഉണ്ടാകട്ടെ എന്ന് ഒക്കെ ഇങ്ങനെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പൊ കത്തോലിക്ക സഭയുടെ ലിറ്റർജിയെ നമ്മൾ ഒരു പഴവുമായി താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു പഴം ഞാൻ ഒരെണ്ണേ കണ്ടിട്ടുള്ളൂ. അത് നമ്മുടെ കശുമാങ്ങയാണ്. കശുമാങ്ങയുടെ കീഴെ അതിന്റെ വിത്ത് തൂങ്ങിക്കിടക്കുന്നു, തൊട്ടില്ല എന്ന് വെട്ടിൽ. അതുപോലെ ഒരു ബന്ധം മാത്രമേ ഈ കത്തോലിക്ക സഭയ്ക്ക് ദൈവശാസ്ത്രപരമായി പരിശുദ്ധ കന്യകാമറിയവുമായിട്ടുള്ളൂ. കാരണം അത് അവരുടെ കുറ്റമല്ല, അവർ ഹോൾഡ് ചെയ്യുന്ന ദൈവശാസ്ത്രത്തിന്റെ ഒരു വിശേഷതയാണ്, ക്രിസ്തുവിജ്ഞാനീയ വിശേഷതയാണ്. എന്താണ് കത്തോലിക്ക സഭ ഹോൾഡ് ചെയ്യുന്ന ക്രിസ്തുവിജ്ഞാനീയം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ചരിത്രത്തിലൂടെ നമ്മൾ അല്പം പുറകോട്ട് പോകേണ്ടി വരും. അത് 5-ാം നൂറ്റാണ്ടില് സഭയിലുണ്ടാകുന്ന രൂക്ഷമായ ഒരു തർക്കമാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസ് ആയിരുന്ന നെസ്തോർ, അദ്ദേഹം അന്ത്യോക്യ സ്വദേശിയായിരുന്നു. അന്ത്യോക്യയിൽ നിന്ന് ഈ ബിഷപ്പ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ക്ഷണിക്കപ്പെട്ടു. കോൺസ്റ്റാന്റിനോപ്പിൾ സിയുടെ പാട്രിയർക്കീസായി മാറി. അദ്ദേഹം സഭയിൽ അന്നുവരെ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾക്കെതിരായി പ്രസംഗിക്കുവാനും എഴുതുവാനും തുടങ്ങി. ആളുകൾ പലർക്കും അത് അസ്വസ്ഥതയുണ്ടാക്കി. അദ്ദേഹം യേശുക്രിസ്തുവിന്റെ അമ്മ പരിശുദ്ധ കന്യകാമറിയത്തെ ആദിമകാലം മുതൽ സഭ ദൈവത്തിന്റെ അമ്മയായി, ദൈവമാതാവായി പരിഗണിച്ചിരുന്നു. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവമായി പരിഗണിച്ചിരുന്ന സഭ പരിശുദ്ധ മറിയത്തെ ദൈവമാതാവായി പരിഗണിച്ചിരുന്നു. എന്നാൽ ഇത് ഉചിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നെസ്തോർ കന്യകാമറിയത്തെ ആന്ത്രോപോറ്റോക്കോസ് എന്ന് വിശേഷിപ്പിച്ചു. ഗ്രീക്കിൽ ആന്ത്രോ എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ എന്നാണ് അർത്ഥം. അതിന് ആന്ത്രോപോളജി, നരവംശ വിജ്ഞാനീയം നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതാണ്. അതുകൊണ്ട് ആന്ത്രോപോറ്റോക്കോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യമാതാവ്, അതായത് യേശുക്രിസ്തു എന്ന മനുഷ്യന്റെ അമ്മ മാത്രമായിരുന്നു എന്ന് നെസ്തോർ പറഞ്ഞു. കാരണം നെസ്തോർ അങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ പ്രതിഷേധമുണ്ടായി. പരമ്പരാഗതമായി തിയോട്രോക്കോസ് എന്ന കന്യകാമറിയത്തെ വിശേഷിപ്പിച്ചു പോന്നിരുന്ന ആളുകളുടെ പ്രതിനിധിയായി അലക്സാണ്ട്രിയയിൽ നിന്ന് സിറിൽ എന്ന ബിഷപ്പ് അദ്ദേഹത്തിന് ഒരു കത്ത് അയക്കുകയാണ്. തുടർന്ന് സിറിലും നെസ്തോറും തമ്മിൽ ദീർഘമായ കത്തിടപാടുകളിലൂടെ അവർ ആശയസംവാദം ചെയ്തുകൊണ്ടിരുന്നു. ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കുവാൻ പലരും ആഗ്രഹിച്ചു. കാരണം വിശ്വാസി സമൂഹം രണ്ടായി പിരിയുന്നു. കുറെ ആളുകൾ പറയുന്നു മറിയം ആരാണ്? മറിയം ആന്ത്രോപോറ്റോക്കോസ് ആണ്, ഒരു മനുഷ്യ സ്ത്രീ മാത്രമാണ്, സാധാരണ മനുഷ്യനായ യേശുവിനെ പ്രസവിച്ചു, അത്രയുമേ ഉള്ളൂ എന്ന് പറയുന്നു. കുറെ ആളുകൾ മറിയം പ്രസവിച്ച ശിശു ദൈവമായിരുന്നത് കൊണ്ട് അവൾ ദൈവമാതാവാണെന്ന് പറയുന്നു. ഈ തർക്കം മൂത്തപ്പോൾ, അനുരഞ്ജന ശ്രമങ്ങൾ വന്നപ്പോൾ, മധ്യസ്ഥന്മാരുടെ പരിശ്രമത്തെ തുടർന്ന് തന്റെ നിലപാടുകളിൽ അയവ് വരുത്തുവാൻ നെസ്തോർ തയ്യാറാവുകയും നെസ്തോർ പരിശുദ്ധ കന്യകാമറിയത്തെ ക്രിസ്റ്റോട്ടോക്കോസ് എന്ന് അഭിസംബോധന ചെയ്യാം എന്ന് ഒരു ഒത്തുതീർപ്പ് ഫോർമുല മുന്നോട്ട് വെച്ചു. ക്രിസ്റ്റോട്ടോക്കോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ അമ്മ. അപ്പോൾ തരിമ്പ് വിട്ടുകൊടുക്കാതെ അലക്സാണ്ട്രിയയിലെ കുറിലോസ് പിതാവ് പറഞ്ഞു, തിയോട്ടോക്കോസ് എന്ന ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഞങ്ങൾ ഒട്ടും പിന്നോട്ട് പോവില്ല. കാരണം ഇത് ഞങ്ങൾക്ക്
പാരമ്പര്യമായി തലമുറകളായി കൈമാറി കിട്ടിയ വിശ്വാസമാണ്. ഇത് പൂർവികമായ അപ്പോസ്തോലിക വിശ്വാസമാണ്. തിയോട്ടോക്കോസ് എന്ന നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറില്ല. വീണ്ടും ആ തർക്കം മൂർച്ഛിച്ചപ്പോൾ ഈ തർക്കത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാകുവാൻ എഫേസോസ് എന്ന പട്ടണത്തിൽ ഒരു സൂനഹദോസ് വിളിച്ചു കൂട്ടുകയാണ്. അതാണ് AD 431 എഫേസോസ് സുന്നഹദോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ എഫേസോസ് സുന്നഹദോസിന്റെ അവസാനം നെസ്തോറിന്റെ നിലപാടുകളെ തള്ളുകയും സിറിലിന്റെ അഥവാ കൂറിലോസിന്റെ നിലപാടുകളെ സഭ സ്വീകരിക്കുകയുമാണ്. അത് സഭയുടെ പൊതു സുന്നഹദോസ് ആണ്. മൂന്നാമത്തെ പൊതു സുന്നഹദോസ് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് നിക്കായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ട 3 പൊതു സുന്നഹദോസുകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ മൂന്നാമത്തെ പുണ്യപ്പെട്ട പൊതു സുന്നഹദോസിൽ മറിയം ദൈവമാതാവാണ് എന്ന് തർക്കരഹിതമായി സഭ പ്രഖ്യാപിച്ചു. മറിയം വെറും മനുഷ്യമാതാവാണ്, വേണമെങ്കിൽ തക്കിയായുടെ ഭാഗമായി ക്രിസ്റ്റോട്ടോക്കോസ് എന്ന് ഞങ്ങളൊന്ന് സമ്മതിച്ചേക്കാം എന്ന് പറഞ്ഞ നെസ്തോറിന്റെ അനുയായികളും ആ സുന്നഹദോസിൽ നിന്ന് ദുഃഖിതരും നിരാശരുമായി മടങ്ങിയെങ്കിലും അവർ സഭയ്ക്കുള്ളിൽ ഈ കന്യകാമറിയത്തിന്റെ ഈ തിയോട്ടോക്കോസ് എന്ന പദവിക്കെതിരായി, ആ വിശ്വാസ സത്യത്തിനെതിരായി അവർ പ്രചരണങ്ങൾ, ആലോചനകൾ നടത്തിക്കൊണ്ടിരുന്നു. ഇതേ തുടർന്നാണ് ഈ നെസ്തോറിയൻ വിശ്വാസം സഭ തള്ളി എന്നുള്ളത് കൊണ്ട് നെസ്തോറിയൻ വിശ്വാസമായിട്ട് അത് അവതരിപ്പിച്ചാൽ സഭയിലെങ്ങും സ്വീകാര്യത കിട്ടുകയില്ല. കാരണം നെസ്തോർ ഒരു ഹെററ്റിക്കായി ബ്രാൻഡ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? നെസ്തോറിന്റെ ഈ വിശ്വാസം തന്നെ പുതിയൊരു രൂപത്തിലും പുതിയൊരു ഭാവത്തിലും സഭയിൽ അവതരിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ നെസ്തോറിയൻ വിശ്വാസം റീബ്രാൻഡ് ചെയ്ത് ഇറക്കുകയാണ്. അഥവാ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ വിദേശത്തേക്ക് അയക്കുന്ന ഒരു സംഗതി റിജക്റ്റ് ആയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി അതേ ചരക്ക് പുതിയ പാക്കറ്റിലാക്കി വീണ്ടും കയറ്റുമതി ചെയ്യുന്നത് പോലെ സഭ ഒരിക്കൽ സുന്നഹദോസ് കൂടി തള്ളിക്കളഞ്ഞ ആ വിശ്വാസത്തെ അടുത്ത സുന്നഹദോസ് അടിയന്തരമായിട്ട് വിളിച്ചു കൂട്ടുകയാണ്. അതാണ് കാൽസിഡോൺ സുന്നഹദോസ് അഥവാ 4ാമത് നടക്കുന്ന പൊതു സുന്നഹദോസ്. കാൽസിഡോൺ സുന്നഹദോസിൽ ഇവർ ഈ വിഷയം ചർച്ച ചെയ്യുവാൻ വിസമ്മതിച്ചു. കാരണം ചർച്ച ചെയ്താൽ ഇവിടെ കള്ളത്തരം പൊളിവാകുന്നത് കൊണ്ട് റോമിലെ ലിയോ പാപ്പ, ആരാണ്? റോമിലെ ലിയോ പാപ്പ. കാലത്തിന്റെ കാവ്യനീതി എന്നോ അല്ലെങ്കിൽ കുസൃതി എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം പറയാം. ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്ന പാപ്പായുടെ പേരും ലിയോ എന്നാണ്. അത് എന്താണോ ചരിത്രത്തിന്റെ ഒരു തമാശയായിരിക്കാം. അപ്പൊ അന്ന് റോമിലെ ലിയോ പാപ്പയാണ് കന്യകാമറിയത്തിനെതിരായി പേനയെടുത്തത്. ഈ ലിയോ പാപ്പ ഒരു കടലാസ് എഴുതി ഉണ്ടാക്കി. അതിനെയാണ് ആ രേഖയെ വിളിക്കുന്ന തുമ്മി എന്നാണ്. അതാണ് ലിയോയുടെ തുമ്മി എന്ന് പറയുന്നത്. ഈ തുമ്മി എന്ന് പറയുന്ന രേഖ കൽക്കൂനിയൻ, അതൊക്കെ ചില മലയാളത്തിൽ നമ്മൾ പറയുന്ന കാൽസിഡോൺ സുന്നഹദോസിന് ചില പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. കാൽസിഡോൺ സുന്നഹദോസിൽ വായിക്കുക മാത്രമാണ് ചെയ്തത്. അത് ചർച്ച ചെയ്യുവാനോ സംവാദം നടത്താനൊന്നും അവർ തയ്യാറായില്ല. അങ്ങനെ പോപ്പിന്റെ തുമ്മിയെ തിരസ്കരിച്ചുകൊണ്ട് അന്ത്യോക്യൻ അലക്സാണ്ട്രിയൻ സഭയുടെ പ്രതിനിധികൾ ആ സുന്നഹദോസിൽ നിന്ന് വേർപിരിഞ്ഞു. ഇതാണ് ക്രൈസ്തവ സഭയിൽ ആദ്യമായിട്ടുണ്ടാകുന്ന പിളർപ്പ്. അതായത് നിക്കിയ, കോൺസ്റ്റാന്റിനോപ്പിൾ, എഫേസോസ് എന്ന 3 പൊതു സുന്നഹദോസുകളെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ എന്നും 4ാമത് നടന്ന കൽക്കൂനിയൻ സുന്നഹദോസ് അഥവാ കാൽസിഡോൺ സിനഡിനെ ഞങ്ങൾ തരുമ്പും വകവെക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 3 പൊതു സുന്നഹദോസുകളെ മാത്രം ഹോൾഡ് ചെയ്യുന്ന ഒരു വിഭാഗം അന്ന് ക്രിസ്തീയ സഭയിലുണ്ടായി. ആ സഭയിൽ ഇന്ന് ഉൾപ്പെട്ടിരിക്കുന്ന സഭാ വിഭാഗങ്ങളെ എല്ലാം പൊതുവായി വിളിക്കുന്നത് ഓറിയന്റൽസ് എന്നാണ്. ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസ് എന്നാണ് ഇന്ന് അവയെ പൊതുവായിട്ട് വിളിക്കുന്നത്. അങ്ങനെ ഒരു സംഘടനയല്ല. ഓറിയന്റൽസ് എന്ന് പറഞ്ഞാൽ ഈ 3 പൊതു സുന്നഹദോസുകളെ ഹോൾഡ് ചെയ്യുന്നവർ. അപ്പൊ 4ാമത്തെ സുന്നഹദോസിൽ അവർ എന്താണ് അവതരിപ്പിച്ചത്? അവർ അവതരിപ്പിച്ചത് 3ാമത്തെ സുന്നഹദോസിൽ നെസ്തോർ അവതരിപ്പിച്ച് പരാജയപ്പെട്ട അതേ വിശ്വാസം റീബ്രാൻഡ് ചെയ്തിറക്കി. എന്താണ് നെസ്തോർ പറഞ്ഞത്? നെസ്തോർ പറഞ്ഞത് ഏക സ്വഭാവവാദമാണ്. അത് യേശു എന്ന് പറഞ്ഞാൽ ഏക സ്വഭാവമേ ഉള്ളൂ, ഒന്നുകിൽ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവം. അപ്പൊ ഒരു മനുഷ്യ യേശുവുമുണ്ട്, ഒരു ദൈവ യേശുവുമുണ്ട്. മനുഷ്യ യേശുവിന്റെ അമ്മയാണ് മറിയം എന്ന് പറഞ്ഞു. അതേ വിശ്വാസം കാൽസിഡോൺ സുന്നഹദോസ് വന്നപ്പോൾ 2 സ്വഭാവമുള്ള ഒരു മനുഷ്യനാണെന്ന് വന്നു. നെസ്തോർ കുറെ കൂടെ മര്യാദയുള്ളവനായിരുന്നു. ഇവർ പറഞ്ഞ് 2 സ്വഭാവമുള്ള ഒരു മനുഷ്യൻ. യേശു ക്രിസ്തുവിൽ ദൈവ സ്വഭാവമുണ്ട്, മനുഷ്യ സ്വഭാവമുണ്ട്. അവന്റെ മനുഷ്യ സ്വഭാവത്തിന്റെ മാതാവാണ് മറിയം എന്ന് പറഞ്ഞാൽ നെസ്തോർ പറഞ്ഞത്. എന്നാൽ അലക്സാണ്ട്രിയയിലെയും അന്ത്യോക്യയിലെ പിതാക്കന്മാർ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയല്ല. യേശു ക്രിസ്തു ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് 2 സ്വഭാവമില്ല എന്ന് പറഞ്ഞാൽ അന്യം കളിക്കുകയല്ല, അമ്പി കളിക്കുകയല്ല. യേശു ക്രിസ്തു ദൈവത്വവും മനുഷ്യത്വവും വേർതിരിക്കാനാകാത്ത വിധം യോജിച്ചിരിക്കുന്ന ഏക സ്വഭാവത്തോടു കൂടിയ വ്യക്തിയാണ്. അതുകൊണ്ട് പരിശുദ്ധ മറിയം പ്രസവിച്ചത് ദൈവത്തെയാണ്. ഇതാണ് അടിസ്ഥാനപരമായ തർക്കം. പരിശുദ്ധ മറിയം പ്രസവിച്ചത് ദൈവത്തെയാണ്. എന്നാൽ ഇവിടെ പറയുന്ന പരിശുദ്ധ മറിയം യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയാണ് പ്രസവിച്ചത്. അപ്പം യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ മാത്രം മാതാവാണ് മറിയം. എന്നാൽ ഓറിയന്റൽ സഭകൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു എന്ന പേഴ്സൺ
ഹി ഈസ് ഗോഡ്, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമാണ്. ആ ദൈവത്തെയാണ് മറിയം പ്രസവിച്ചത്. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ ലിറ്റർജിയിൽ ഉടനീളം ദൈവത്തെ പെറ്റൊരു മാതാവേ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദിയുടെ അമ്മ പ്രധാനമന്ത്രിയുടെ അമ്മ എന്ന് ആരും അങ്ങനെ വിളിക്കാറില്ല. നരേന്ദ്രമോദിയുടെ അമ്മ എന്നാണ് വിളിക്കുന്നത്. ഇനി വേണമെങ്കിൽ ആലങ്കാരികമായിട്ടോ അല്ലെങ്കിൽ സന്ദർഭാനുസരണമായിട്ടോ ഈ പ്രധാനമന്ത്രിയുടെ അമ്മ എന്ന് വിളിക്കാം. അതുകൊണ്ട് ആരും പ്രതിഷേധിക്കുന്നില്ല. അങ്ങനെ പ്രധാനമന്ത്രിയുടെ അമ്മ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? നരേന്ദ്രമോദി എന്നൊരു കുഞ്ഞിനെ ആ സ്ത്രീ പ്രസവിച്ചു. നരേന്ദ്രമോദി വലുതായി വന്നു. അവസാനം ഒരു ദിവസം അദ്ദേഹം പ്രധാനമന്ത്രിയായി. അപ്പോൾ ആ അമ്മയും പ്രധാനമന്ത്രിയുടെ അമ്മ എന്ന് പരിഗണിക്കപ്പെടുന്നു, അല്ലെങ്കിൽ വിളിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അറിയപ്പെടുന്നു. ഇതാണ് അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ മറിയം യേശു എന്ന ഒരു മനുഷ്യ കുഞ്ഞിനെ പ്രസവിച്ചു. പിന്നീട് യേശുക്രിസ്തു ദൈവപുത്രനായപ്പോൾ യേശുക്രിസ്തു ദൈവമാണ്, ആ ദൈവത്തിന്റെ അമ്മ എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്ന ഒരു ഡിസ്കൗണ്ട് ആണ്. എന്നാൽ ഈ നിലപാടല്ല സുറിയാനി സഭയുടെ പിതാക്കന്മാർ പറഞ്ഞത്. പരിശുദ്ധ മറിയം പ്രസവിച്ചതും മടിയിൽ താലോലിച്ചതും മുലപ്പാൽ കൊടുത്ത് വളർത്തിയതും ദൈവത്തെയാണ്. അതുകൊണ്ട് ദൈവത്തെ പെറ്റവളാണ്, തിയോട്ടോക്കോസ്. ഇതെവിടെയാണ്? 431 AD 431 അർത്ഥശങ്കക്കിടയില്ലാതെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. വർഷങ്ങൾ എത്ര കഴിഞ്ഞു? വർഷങ്ങളോ? ദശാബ്ദങ്ങൾ എത്ര കഴിഞ്ഞു? ദശാബ്ദങ്ങളോ? നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു? നൂറ്റാണ്ടുകളോ? സഹസ്രാബ്ദം തന്നെ കടന്നുപോയി. സഹസ്രാബ്ദം കടന്നുപോയി ഇല്ലേ? 2025 അവസാനിക്കാൻ നിൽക്കുമ്പോഴും പാശ്ചാത്യ സഭയ്ക്ക് കൺഫ്യൂഷൻ. Still their debates are going on. എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾക്ക് ആശ്ചര്യമില്ലേ? AD 431 സത്യവിശ്വാസത്തെ നമുക്ക് ഏൽപ്പിച്ചു തന്ന പിതാക്കന്മാർ, അതാണ് ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകപരിശുദ്ധ വിശ്വാസത്തെ നമുക്ക് ഏൽപ്പിച്ചു തന്ന പിതാക്കന്മാർ. അതാണ് ഒരു ശരിയായ സഭയിൽ നിൽക്കുമ്പോഴുള്ള ഗുണം. സത്യവിശ്വാസം ഒരിക്കലായിട്ട് പ്രഖ്യാപിക്കട്ടെ. അത് ചർച്ച ചെയ്യേണ്ട കാര്യമോ റീഡിസ്കസ് ചെയ്യേണ്ട കാര്യമോ ഇല്ല. പരിശുദ്ധ സുറിയാനി സഭ ആദിമനൂറ്റാണ്ട് മുതൽ ആഘോഷിച്ചിരുന്ന പെരുന്നാളുകൾ വിശുദ്ധ യൂഹാനോൻ ശ്ലീഹ കൽപ്പിച്ചു. മറിയത്തിന്റെ പേരിൽ 3 പെരുന്നാളുകൾ ആഘോഷിക്കണമെന്ന്. ഇതാണ് സുറിയാനി സഭയുടെ പാരമ്പര്യം. ആര് കൽപ്പിച്ചു? വിശുദ്ധ യൂഹാനോൻ ശ്ലീഹ എഫേസോസിൽ വെച്ച് 3 പെരുന്നാളുകൾ നടത്തുവാൻ കൽപ്പിച്ചു. അതുകൊണ്ട് വിത്തുകളെ പ്രതിയും കതിരുകളെ പ്രതിയും മുന്തിരിയെ പ്രതിയും വർഷത്തിൽ 3 പെരുന്നാൾ യൂഹാനോൻ ശ്ലീഹയുടെ കൽപ്പന അനുസരിച്ച് സഭ ആഘോഷിച്ചു പോന്നു. ആ പെരുന്നാളിൽ മുന്തിരിയെ പ്രതിയുള്ള പെരുന്നാൾ, ആ പെരുന്നാൾ കത്തോലിക്ക സഭ അംഗീകരിക്കുന്നത് എന്താണെന്നറിയാമോ? 1950 അത് അംഗീകരിച്ചതിൽ പാശ്ചാത്യ ദൈവശാസ്ത്രജ്ഞന്മാർക്ക് വിയോജിപ്പുണ്ട്, മുറുമുറുപ്പുണ്ട്, ചർച്ചകൾ, പിന്നെയും ചർച്ചകൾ. ആ ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഒടുവിലായിട്ട് 2025 ചർച്ചകൾ. 2025 നവംബർ മാസവും പേപ്പൽ ബുൾ ഇറങ്ങുകയാണ്. താ വരുന്നു, പിടിച്ചോ, മറിയത്തിന്റെ സ്ഥാനം പോകുന്നു, കൂടുന്നു, കുറയുന്നു. ഇതെന്താണ്? പക്ഷേ യഥാർത്ഥത്തിൽ പരിശുദ്ധ മറിയം ഉൾപ്പെട്ടിരുന്ന ആ യഥാർത്ഥ സഭയ്ക്ക് നോ കൺഫ്യൂഷൻ. ഒരു കൺഫ്യൂഷനും ഇല്ല മറിയം ആരാണെന്നുള്ളതിൽ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മുടെ ഈ എപ്പിസോഡുകളിലൂടെ പറഞ്ഞതാണ്, ഈ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അങ്ങനെ മറിയമില്ല. അവരുടെ വർഷിപ്പും അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ക്രൈസ്റ്റ് സെന്റേർഡ് ആണ്. ക്രൈസ്റ്റ് സെന്റേർഡ് വർഷിപ്പ് ആൻഡ് തിയോളജിയാണ് ഈ വെസ്റ്റേൺ ചർച്ചിന്റേത്. ഈസ്റ്റേൺ ചർച്ചിന്റേത് തിയോസെൻട്രിക് ആണ്. തിയോസെൻട്രിക് എന്ന് പറയുമ്പോൾ ട്രിനിറ്റേറിയൻ വർഷിപ്പ്, ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ട്രിനിറ്റേറിയൻ വർഷിപ്പും ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിംഗും വരുമ്പോൾ അത് ഓൾ ഇൻക്ലൂസീവ് ആണ്. എന്നാൽ വെസ്റ്റേൺ ചർച്ചിന്റെ എക്സ്ക്ലൂസീവിസം ആണ്. ആ എക്സ്ക്ലൂസീവ് നിലപാടാണ് നമ്മളിപ്പോൾ ഈ രേഖയിൽ കാണുന്നത്. എന്താണ് എക്സ്ക്ലൂസീവിസം, എന്താണ് ഇൻക്ലൂസീവിസം? ട്രിനിറ്റി എന്ന് പറയുമ്പോൾ ഹോളി ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്യുമ്പോൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയാണ്. അതിന്റെ സമഗ്രതയിൽ, സമ്പൂർണതയിൽ സകലത്തെയും ഉൾക്കൊള്ളുകയാണ്. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. ആ ഉൾക്കൊള്ളൽ വരുമ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 14, 15, 16, 17 ഈ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ വായിക്കണം. ഈ 4 ചാപ്റ്ററിനകത്ത് ഇത് മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് ഓൾ ഇൻക്ലൂസീവ് ആയിട്ട് ട്രിനിറ്റേറിയൻ നിലപാട് വരുമ്പോൾ വരുന്ന മാറ്റം. ആ ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ് അവിടെ. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയമും വിശുദ്ധന്മാരും എല്ലാം ഈ പൗരസ്ത്യ സഭയിലേക്ക്, അവരുടെ ആരാധനയിൽ, അവരുടെ ദൈവശാസ്ത്രത്തിൽ എല്ലാം അവർ ഉൾപ്പെട്ടു നിൽക്കുന്നതിന്റെ കാരണം. വിശേഷിച്ച് സുറിയാനി സഭയുടെ, ഇതിനകത്ത് നമ്മൾ ഓരോ സഭയുടെയും ലിറ്റേർജി പരിശോധിക്കുമ്പോൾ ഇത്ര മനോഹരമായി, ഇത്ര മാത്രം ശ്രേഷ്ഠമായി പരിശുദ്ധ മറിയത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വേറൊരു ലിറ്റർജിയുമില്ല, വേറൊരു സഭാ പാരമ്പര്യവുമില്ല. പിന്നീട് ഈ സാധാരണ ആളുകൾ ചിന്തിക്കുമ്പോൾ കത്തോലിക്കരാണ് ഏറ്റവും വലിയ തീവ്ര മരിയ ഭക്തർ എന്നൊക്കെ തോന്നുന്നതിന്റെ കാരണം അത് പാരാലിറ്റർജിയാണ്. ഒരിക്കലും കത്തോലിക്ക സഭയുടെ ലിറ്റർജിയിലല്ല മറിയത്തെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും അനുസ്മരിക്കുകയും വണങ്ങുകയും എല്ലാം ചെയ്യുന്ന പാരാലിറ്റർജിയാണ്. എന്ന് പറഞ്ഞാൽ പാരലായിട്ട് സമാന്തര
ആരാധനാക്രമമുണ്ട്. അതാണ് ഈ കൊന്ത നമസ്കാരം പോലെയൊക്കെയുള്ള അവരുടെ ലുത്തിനിയങ്ങളെ പോലെ ഒരു ലിറ്റർജി ആയിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ സുറിയാനി സഭയ്ക്ക് ഒരിക്കലും ഒരു പാരാലിറ്റർജി ഇല്ല. സുറിയാനി സഭയ്ക്ക് ഈ അടുത്ത കാലത്തായിട്ട് പാരാലിറ്റർജി വന്നിട്ടുണ്ട്. അതൊരു പാരയാണ്. ഈ സുറിയാനി സഭയ്ക്ക് വന്നിട്ടുള്ള പാരാലിറ്റർജി എന്ന് പറഞ്ഞാൽ പെന്റക്കോസ്റ്റൽ സോങ്സ് ഉൾപ്പെടുത്തിയുള്ള ഒരു പാരാലിറ്റർജി ഇപ്പോ മലങ്കരയിലൊക്കെ പ്രയോഗത്തിലുണ്ട്. ദാറ്റ് മീൻസ് കുർബാനേതരമായി അല്ലെങ്കിൽ ലിറ്റർജിക്ക് ഇതരമായിട്ട് സമാന്തര ലിറ്റർജി വന്നിട്ടുണ്ട്. അത് യഹോവ ദൈവം വിശുദ്ധ ജാതി അങ്ങനത്തെ പാട്ടുകളൊക്കെ പാടുക, കൈകൊട്ടുക, അട്ടഹസിക്കുക, വികൃത ഭാഷകൾ സംസാരിക്കുക, ഇങ്ങനെ ഒരു പാരാലിറ്റർജി സംസ്കാരം സുറിയാനി സഭയിൽ രൂപപ്പെട്ടു വരുന്നു. ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു പ്രവണതയാണ്, സമീപകാലത്ത് തുടങ്ങിയ പ്രവണതയാണ്. അത് വളരെ വേഗം പടർന്നു പിടിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രവണത കത്തോലിക്ക സഭയിൽ വളരെ കാലം മുമ്പ് ഉണ്ടായി. അത് ഈ മരിയൻ കൾട്ട് എന്ന രൂപത്തിൽ, മരിയഭക്തി പ്രസ്ഥാനം എന്ന രൂപത്തിൽ വന്നിട്ട് കത്തോലിക്ക സഭയിൽ ഒരു പാരാലിറ്റർജിക്കൽ മൂവ്മെന്റ് വളരെ ശക്തമായിട്ടുണ്ട്. ഈ പാരാലിറ്റർജി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് കത്തോലിക്ക സഭയിൽ മരിയഭക്തി ഉള്ളത്. അതുകൊണ്ടാണ് ഈ വഴി സൈഡിൽ, പള്ളിക്ക് പുറത്തൊക്കെ ഈ വഴി സൈഡിൽ മറിയത്തിന്റെ ഗ്രോട്ടോ വെച്ചിരിക്കുന്നത്. പള്ളിക്കകത്തല്ലത്, പള്ളിക്ക് പുറത്ത്. ഇതൊരു പാരാലിറ്റർജിക്കൽ പ്രസ്ഥാനമാണ്, സമാന്തര സംവിധാനമാണ്. സുറിയാനി സഭയ്ക്ക് അങ്ങനെ സമാന്തര സംവിധാനമില്ല. പരിശുദ്ധ മറിയം എവിടെയാണ്? ലിറ്റർജിയുടെ ഹാർട്ടിലാണ് ഇരിക്കുന്നത്. ആ ലിറ്റർജിക്കൽ കലണ്ടർ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരാഴ്ച ഉണ്ടെങ്കിൽ ബുധനാഴ്ച പരിശുദ്ധ കന്യകാമറിയത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. ബുധൻ എന്ന് പറഞ്ഞാൽ കൃത്യം മധ്യത്തിലാണ്. കൃത്യം 7 ദിവസത്തിന്റെ നടുക്കത്തെ ദിവസമാണ് ബുധനാഴ്ച. ആ ഏറ്റവും മധ്യഭാഗം മറിയത്തിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലിറ്റർജി വിശുദ്ധ കുർബാനയാണെങ്കിലും മറിയത്തിന്റെ നാമം കൂടാതെ പൂർത്തീകരിക്കുവാൻ സുറിയാനി സഭയിൽ അസാധ്യമാണ്. കാരണം അത്രമാത്രം അത് ഇഴയെടുപ്പമുള്ളതാണ്. അത് ദൈവശാസ്ത്രപരമായി, ക്രിസ്തുവിജ്ഞാനീയപരമായി അതിനകത്തുള്ളതാണ്. പക്ഷെ കത്തോലിക്ക സഭ അങ്ങനെയല്ല. ആ എക്സ്ക്ലൂസീവ് നിലപാട് ഇതിനകത്ത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഡോക്യുമെന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പരിശുദ്ധ മറിയത്തിന് ഇപ്പോൾ അവർ പ്രസാദിച്ച് നൽകിയിരിക്കുന്ന ഒരു സ്ഥാനം മദർ ഓഫ് ബിലീവേഴ്സ് എന്നതാണ്. നോക്കുക, മദർ ഓഫ് ബിലീവേഴ്സ്. എത്ര വർഷമാണ്? 431 നിന്ന് 1600 വർഷത്തിനിപ്പുറത്ത്, 6 വർഷമേ ഉള്ളൂ. അപ്പൊ 1594 വർഷം കഴിഞ്ഞപ്പോ, എഫേസോസ് സുന്നോദോസ് കഴിഞ്ഞിട്ട് 1594 വർഷം കഴിഞ്ഞു. 1600 വർഷം നമുക്ക് റഫ്ലി കണക്ക് കൂട്ടാം.